വെൽക്കം ടു അവർ വീഡിയോ. ഞാൻ ഫ്രീഗോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ബിസിനസ് കിട്ടും കുടുംബം പോയിട്ടുള്ള അത് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇത് നമ്മൾ ഓരോ കോഴികളും കോഴി മുട്ടയാണ് ബിസിനസ്. ഒരു കിലോനുള്ള കോഴിക്ക് 350 രൂപയാണ് ഇവിടെ വില. അതിൽ താഴെയുള്ളതിന് 250 നമ്മൾ വിൽക്കുന്നത്. ഇത് ചെറിയോല ഞാൻ കാട്ടിത്തരാം. ചെറിയോല 3 ആൾ ഇവിടെ ഉണ്ട്. 1 2 3 11 ആളാണ് ചെറിയോലുള്ളത്. വേറുള്ളവരൊക്കെ അവിടെ നിൽക്കുകയാണ്. 1 2 3 4 5 6 7 8 അല്ലേ 2 മുള്ളൻ കോഴികൾ പൂവനുണ്ട്. പിന്നെ സാധാ 8 പൂവനും ഒരു പെടയാണ് ചെറിയോലുള്ളത്. ഞങ്ങൾക്ക് ഇതിൻ്റെ കാലിന് സുഖമല്ല ഗൈസ്. ഇനി ഇത് ആ ചെറിയോലുള്ള ഓലെ നേരെ വലുതാണ്. ഈ പെടൻ്റെ കോഴിമുട്ട ഒരു മുട്ടൻ്റെ എത്ര ഉണ്ടാവും. പിന്നെ ഇത് കാണുന്നത് പെടാണ് വിചാരിക്കേണ്ടത് പൂവനാണ്. ഒരു തരം പ്രത്യേക പൂവനാണ്. ഇവരെ കൂട്ടത്തിൽ തന്നെ പെട്ടത് വേറൊരു പ്രത്യേക കോഴിയുണ്ട്, ഒരു പൂവന്. അതിനെ കണ്ട എല്ലാവർക്കും ഇഷ്ടമാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തുട്ടു ഇവിടെ വാ, ഇവിടെ വാടാ തുട്ടു. എന്തേലൊക്കെ പറഞ്ഞ് ക്ഷണിച്ചാലേ അവൻ വരൂ. അല്ല ഓണിച്ചിരി തിന്നാനിട്ട് കൊടുക്കണം. ദാദാ ചെറുതായിട്ട് സ്ലിപ്പായതാണ്. ഓക്കെ തുട്ടു വന്നു. ഇവനാണ് ആ പ്രത്യേക ഉള്ളവന്. ഓനെ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ ഓനെ പിടിച്ചെടുത്ത് നിഞ്ചന്ന് പോയി. ഇവിടെ ടുട്ടു അടക്ക്. ഇവനാണ് ഗൈസ് ഇവിടെ ടുട്ടു എന്ന് പേരുള്ളത്. ഞാൻ ടുട്ടു എന്നാണ് ഇവനെ വിളിക്കല്. അടക്ക് ടുട്ടു പോലെ. ഇവനൊരു പ്രത്യേകതയുള്ള കോഴിയാണ് ഗൈസ്. നല്ല സോഫ്റ്റാണ് ഇവൻ്റെ രോമൊക്കെ. രോമം നല്ല സോഫ്റ്റ് ആട്ടോ. കണ്ടോനെ ഞാൻ വിട്ട് കാട്ടി അവന് ഓടൂ. അതാ ഓടി പോയി. അവനെ കണ്ടോ. പിന്നെ പ്രത്യേകതയുള്ള കോഴിയാണ്. അവൻ എങ്ങനെ കാണുമ്പോൾ അങ്ങ് തോന്നൂല. പക്ഷെ അവനെ കാണാൻ ശരിക്കും നല്ല രസമാണ്. ഇപ്പം ഈ കാണുന്നതും ഇതും ഇതും ആണുമാണ്. ഇതൊരു പ്രത്യേകതയുള്ള കോഴി. ഇത് ഈ കാണുന്ന ബ്രൗൺ ഉണ്ടോ, ഇതൊരു പൂവനാണ്. പക്ഷെ അതിനെ കണ്ടാൽ പെടായിട്ടാണ് തോന്നുന്നത്. അതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ ഇതിൻ്റെ കൂവുങ്ങൾ കണ്ടില്ലേ, ഇത് വലിയ കൂവുള്ള സീന് കോഴിയാണ്. ഈ കാണുന്ന ഈ വൈറ്റ് ഇതൊരു പെടാണ്. ഇതുപോലെ തന്നെയുള്ള വേറൊരു പെട ഉണ്ടായിരുന്നു. അതിനെ കൂട്ടിയുള്ള പൂവനെ കണ്ടോ, ഓനെ കണ്ടോ, ഓ കൊത്തി ശരിയാക്കിയവന്. അതിന് കാണാൻ സുഖമല്ല 11 ഉള്ളവന്. പിന്നെ ഇവർക്ക് നിങ്ങൾ രാവിലെ അരിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഇവരെ വാങ്ങുകയാണെങ്കിൽ ഇവർ ഈ കോഴികളെല്ലാവരും തന്നെ കേട്ടോ. ഇവരങ്ങനെ എന്തോ കഴിക്കും രാവിലെ. അല്ലേ പിന്നെ ഓലൊരു പുല്ലുള്ള എടുത്തൊന്ന് ഇട്ടാൽ മതി. ഓലാണ് എന്തെങ്കിലും തിന്നോളൂ. ഇവിടെ പുല്ല് തിന്നലാണ് ഓല ഹോബി. ഇവലിപ്പോൾ പോക്കാനുള്ള വഴി എനിക്കറിയാം. അപ്പോൾ ഞാൻ അവിടുന്ന് മറ്റോലെ കൂട്ടത്തിലുള്ള കോഴികളെ തുറന്നാൽ എല്ലാവരും ഇവിടുന്ന് കണ്ടാൽ മയ്യും കാണിച്ചാൽ ഡാ എന്നെ തുറക്കൂ. ഓനെ പിടിക്കാൻ ഇച്ചിരി പണിയാണ്. വിട്ടോ കൊത്ത് കൂടല്ലേ നന്നോട് ഞാൻ പറഞ്ഞാൽ ഇനി കേൾക്കാതെ. ആയേ അടക്കടോ, കൊത്ത് കൂടല്ലേ പറഞ്ഞിട്ട് കേട്ടൂടെ എനിക്ക്. ആടെ കെട്ട് അല്ല പിന്നെ എന്തൊരു കൊത്താണ് ഈ ചെളി കണ്ടോ. ഇവനെ തുറന്നതാണ് അവസ്ഥ. അവൻ കൊത്തിയിട്ട് എന്നാലും വലിയ കൊത്തൊന്നുമില്ല. ഇയാൾ പേടിപ്പിച്ച് വിടാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിന് ഒരു പ്രശ്നമുണ്ട്. ഇതിനെ തുറക്കുന്നതിന് മുമ്പ് വേറെയുള്ള കോഴികൾ തുറന്നാൽ അടിച്ചു മുക്കി. ഇവന് ആണ് ഇവിടെ ഏറ്റവും മൂത്ത കോഴി. ഇവനാണ് 1 കിലോ ഉണ്ട് അതിന്. അത് വലിയ കോഴിയാണ്. പിന്നെ ഉള്ളത് വേറെയും കുറേ ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയിലൊന്ന് തെറി വിളിച്ചിരിക്കുന്നത്. ആ കോഴി നായികൾക്ക് വിളിച്ചിരിക്കുന്നത്. അവരൊന്നും വിചാരിക്കരുത്. ചില ദേഷ്യം പിടിപ്പിച്ചാൽ ഞാൻ ചിലപ്പോൾ അങ്ങനെ എന്തോ വിളിച്ചു പോകും. അങ്ങനെ കോഴിക്കളാണ് ഇവർ. സോറി, ആരും വിചാരിക്കരുത്.
കാലിനുള്ള കപ്പിയിട്ട് ഗൈസ്. വേറെ രണ്ടാളും കൂടിയേ ഉള്ളൂ ഇവിടെ കോഴിക്കൾ. ഓലും കൂടിയായ ഓലാണ് നമ്മളിവിടെ തുടക്കിട്ട് കോഴിക്കൾക്ക്. ഇപ്പം കണ്ടൊരു പൂവനെ കണ്ടില്ലേ, ഒരു ബ്ലാക്കും ബ്രൗണുള്ള ആ പൂവന് ഓലെന്നോ 2 പെടകളിൽ നിന്നാണ് തുടക്കിട്ട്. ആദ്യം ഞങ്ങൾ ഇവിടെ കോഴികൾ കൃഷി ഉണ്ടായിരുന്നു. ഇവരൊക്കെ നായി പിടിച്ചപ്പോൾ 2 പെടകൾ എൻ്റെ വാപ്പാപ്പ കൊണ്ടുവന്നു. അതിൽ ഒന്നാണ് ഈ പോണത്, ഈ ബ്ലാക്ക്. ഇതിന് 250 ഉറുപ്പ്യക്കാണ് ഞങ്ങൾ ഇതിനെ വാങ്ങിയത്. ഇതൊന്ന് ചെറിയ കോഴിയാണ്. പിന്നെ ഇതിനെ വലുതാക്കിയപ്പോൾ മുട്ടയിടാൻ തുടങ്ങി. അങ്ങനെ മുട്ടിട്ട് അങ്ങനെ ആയൊരു കോഴിയാണിത്. ആ കോഴിൻ്റെ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ട ചെറിയ മക്കളില്ലേ ഒലക്ക്. പിന്നെ അതിൽ 5 ആൾക്കാർ ഞങ്ങൾ അടുത്തൊരു വീട്ടിൽ നിന്ന് വാങ്ങിയതാണ്. പ്രത്യേകതയുള്ള കോഴിക്കളാണ്. ആടെ കാണാൻ 2 പെടകളില്ലേ, ഒന്നതാ ഈ ഓനത്തെ ഈലായിരുന്നു വരുന്നു. ഓനപ്പം കാണിച്ചത് ആടെ നിൽക്കുന്ന ആ ബ്ലാക്ക് ഒന്നും. അതിൽ നിന്നാണ് ഞങ്ങൾ കോഴിക്കൾ ഇപ്പോൾ തുടക്കിട്ടത്. അപ്പോഴത്തേക്കും കുറേ കോഴിക്കളായി. ഞങ്ങളിൽ ആദ്യം 2 കോഴിക്കളായിരുന്നു. ഇപ്പോൾ 18ആയി. 20 കോഴിക്കളുണ്ടായിരുന്നു. 2 എണ്ണം ചത്തതാണ്. ഒരു ചെറിയതും അവന് ഇങ്ങനെ ഒരു സ്വഭാവം എപ്പോഴും കൂട്ടിക്കോറും. അതാണ് ഇനി കോഴിൻ്റെ മുട്ടക്ക് നമ്മൾ വില വരുന്നത് 11 രൂപ ആണ്. ഇവിടെ നമ്മൾ 2 കൂട്ടിലായിട്ടാണ് ഈ കോഴികളൊക്കെ വളർത്തുന്നത്. അതിലൊരു കൂട് ഭയങ്കരമായിട്ട് ഇതാണ് ഗൈസ്. ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഈ കൂട് ഫുള്ള് ഓട്ടാണ്. ഞങ്ങൾ ഇതൊക്കെ വെച്ച് കെട്ടിയതാണ്. ഇത് പിന്നെ പുതിയ കൂടാണ്. ഞങ്ങളെ അങ്ങനെ കുറേ കോഴികളുണ്ട്. ഇപ്പം ഈ കാണുന്ന മാവ് ഇല്ലേ, ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ മരപ്പട്ടി ചാടുന്നുണ്ട്. പക്ഷെ ഒറ്റ പ്രാവശ്യം മരപ്പട്ടിക്ക് തിന്നാൻ വേണ്ടി കിട്ടില്ല. ആ പൂങ്കോയില്ലേ ആ ബ്രൗണ്, ആ മരപ്പട്ടി അതിന് ഇഷ്ടമില്ലാത്ത ജീവികളൊക്കെ കണ്ടാൽ കൊത്തി പറപ്പിക്കും. നമ്മളെ അമ്മമ്മേൻ്റെ ബിസിനസ്സാണ് ഈ കോഴിൻ്റെ. അത് അതിലൊക്കെ ജീവിച്ച് പോവാനാണ്. പിന്നെ വേറെ കോഴിൻ്റെ മുട്ട എന്ന് പറയുന്നത് ചെറിയതും ഉണ്ട് വലിയതും ഉണ്ട്. നിങ്ങൾ രണ്ടാമതൊരു കൂട്ടത്തിന് കണ്ടില്ലേ, 4 ആളുള്ള ഉള്ളോല് ചെറിയ മുട്ടാണിത്. ഓല മുട്ട മറ്റേ നമ്മൾ 3 ആളുള്ളതിലെ കണ്ടില്ലേ, ആദ്യം തുടങ്ങിയാണെന്ന് പറഞ്ഞ് ലാസ്റ്റ് കാണിച്ചാൽ 2 കോഴിക്കൾ. ഓല് വലിയോല് ഓല മുട്ട 2 മുട്ട ഞാൻ കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്ര കോഴി, എന്താണ് ഈ കോഴിൻ്റെ മുട്ടൻ്റെ വ്യത്യാസം. ചളി അങ്ങനെ കാണിച്ചു തരാം. ഇവിടെ ഒരു കാസ്ട്രോളിലാണ് നമ്മളെ വെച്ചത്. ഉമ്മമ്മൻ്റെ ബിസിനസ്സാണ്. ഇതാണ് ഇത് നമ്മൾ ബിസ്ക്കറ്റൊക്കെ വെക്കുന്നത്. ഇതാണ് നമ്മളെ കോഴിൻ്റെ മുട്ടൻ്റെ വെക്കുന്ന സാധനം. തുറന്ന് ഞാൻ കാണിച്ചുതരാം. ഇത് ഒരു സാധാരണ കോഴിൻ്റെ മുട്ട. ഇനി ഇത് മറ്റേ പ്രത്യേകത ഉണ്ട് പറഞ്ഞില്ലേ, ആ കോഴിൻ്റെ മുട്ട. 2 കോഴിമുട്ട നിങ്ങൾ ഒന്ന് നോക്കി. ഇത് വൈറ്റും ലേശം ചെറുതും. ഇത് സാധാരണ മനുഷ്യ കളറും വലുതും. അതുപോലെ തന്നെയുള്ള കുറേ കോഴിമുട്ടകൾ നമ്മളെ കയ്യിലുണ്ട്. വേണ്ടിയവർക്ക് വരാം, കുറേ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ കോഴിനെ പോറ്റുന്നത്. ധാരാളമായി മാറി. ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന 2 മുട്ടകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പം എൻ്റെ കൈ കടന്ന് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിലിട്ടിട്ടുണ്ട്. ഒന്നിന് 10 ഉറുപ്പ്യയായിട്ടാണ് നമ്മൾ കോഴിമുട്ട വെക്കുന്നത്. ഇത് ഇപ്പോൾ കിട്ടിയ കോഴിമുട്ടാണ്. ഇത് വലുതാണ്, പക്ഷേ ഇതിൻ്റെ കളർ ഇങ്ങനെയായിട്ട് തോന്നും. നമ്മൾ എല്ലാ കോഴികളെയും തുറന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറൊരു സാധനം കാണിച്ചു തരാം. ഇവിടെ കിളിക്കൂടുണ്ട് ഗൈസ്. ഞാൻ ആരോടും പറയാണ്ട് കിളികളെ വളർത്തി ആക്കിയൊരു കൂടാണ്. പക്ഷേ 2 ദിവസമായിട്ട് അതിലുള്ള കിളികളെ കാണില്ല. എന്തോ പിടിച്ചുണ്ടായിട്ടുണ്ടാവും. അതിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടായിരുന്നു കിളീൻ്റെ. അങ്ങനെ ഞാൻ ആ കൂട് കാണിച്ചത്. അതിൻ്റെ ഊഞ്ഞാലിൻ്റെ അടുത്തായിട്ടാണ് ഇത് വരുന്നത്. കൂടും എന്തോന്ന് വന്ന് പൊളിച്ചതാണ്. ഇതാണ് ആ കിളിക്കൂട്. ഇവിടെയുള്ള ചെറിയ സപ്പോർട്ട മരത്തുമലാണ് ഇതൊക്കെയാണ്. പിന്നെ നമുക്കിവിടെ നമുക്ക്
ഇവിടെ പണി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മാങ്ങ കൃഷി അങ്ങനെ കുറേ കൃഷികൾ നടത്തുന്നുണ്ട്. കുറേ കൃഷികളുണ്ട് ഇവിടെ, പക്ഷെ ഒക്കെ ബേക്കിലാണ്. ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ മാങ്ങകൾ കുറേ ഉണ്ട്, പിന്നെ കൃഷിയൊക്കെ കാണിച്ചു തരാം. ഒരു മൾബറിൻ്റെ തൈ ഞാൻ കളിക്കാൻ പോകുന്ന വീട്ടിൽ നിന്ന് കൊണ്ടുവന്നി. അതിന്മേൽ മൾബറി ഉണ്ടാവുന്നില്ല. ആർക്കെങ്കിലും എന്താ റീസൺ എന്നറിയെങ്കിലും ഒന്ന് പറഞ്ഞു തരാണ്ട് ഞാൻ അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു തരാം. ഇതാണ് ഗൈസിൻ്റെ മൾബറി. ഇതാണ്ട് ഇവിടെ എന്തൊക്കെ വള്ളിയൊക്കെ വരുന്നുണ്ട്. ആ വള്ളി എത്ര പോക്കിയാലും ആ നമുക്ക് ഇവിടെ കയറി വരും. അവിടെ ഒന്നും ഉണ്ടായിരുന്നു, എൻ്റെ ആപ്പാപ്പ ഇട്ടത്. അതിന് ഉണ്ടോയെന്ന് അതാരെ പൊളിച്ചിരിക്കുന്നു ഗൈസ്. നല്ലൊരു മൾബറി തണ്ട്. നമ്മൾ കൃഷി എന്ന് പറയുന്നത് ഇവിടെ ചീരകൃഷിയാണ്. നമുക്കുള്ള കൃഷി വരുമാനം ചീരകൃഷിയിൽ ഞങ്ങൾ എക്സ്പോർട്ടാണ് ഗൈസ്. നമ്മൾ 1 കിലോ ചീര ഉണ്ടാക്കിയെടുത്ത് അതൊക്കെ വെട്ടിയിട്ട് അങ്ങാടി കൊണ്ടുപോയി വിൽക്കലാണ് പതിവ്. പിന്നെ പൂള കൃഷി, കുറേ കൃഷികളുണ്ട് വീട്ടിൽ തന്നെ. നമ്മൾ ചെയ്യുന്നതാണ് ഇതൊക്കെ. കുറേ ആക്ടിവിറ്റീസ് ഇവിടെ അവിടെയൊക്കെ കൃഷി ഉണ്ടായിരുന്നു. ഒക്കെ കോഴികൾ കയറി ഞെരിഞ്ഞ തന്നെയാണ്. കോഴികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് പോയി ഗൈസ്. നമ്മൾ നേരത്തെ തുറന്നതാണ്. പിന്നെ ഇവിടെ നമ്മളെ മേത്തലൊരു മല ഉണ്ട്. അവിടെ താനിയേൽ എന്ന് പറയുന്ന ഞങ്ങൾക്കൊരു കണ്ടുണ്ട്. ആ കണ്ടത്തു നിന്നുള്ള വിറകാണ്. ഇതൊക്കെ കൊണ്ടുപോകാൻ ഇവിടെ തട്ടിയതാണ്. നാളെ ആകുമ്പോഴേക്കും റെഡി ആക്കണം. ഇത് നോക്കേണ്ടത് ഞാൻ പുള്ളപ്പെടുക്കുന്ന സാധനമാണ്. ഇത് വേണ്ടിയപ്പോൾ ആ കയർമലും കെട്ടി ഞാൻ യൂസ് ചെയ്യലുണ്ട്. പിന്നെ ഇത് നമ്മളെ വലിയ കോഴി, നിങ്ങൾക്ക് അറിയാനല്ലേ, ഏറ്റവും വലിയ കോഴി ഇതാണ്. പിന്നെ നമുക്കിവിടെ ചക്ക കൃഷി ഉണ്ട് ഗൈസ്. ചക്കകൾ നമ്മൾ കുറേ ചക്ക ഉണ്ടാക്കാറുണ്ട്. നമ്മൾ മേത്തെ കണ്ടത്തിൽ ഇതൊക്കെയാണ് നമുക്കൊരു വരുമാനമായിട്ട് വരുന്നത്. 2 ഉപ്പ ഓട്ടോറിക്ഷ പോണതും ആപ്പാപ്പൻ്റെ ഒരു കോഴിനെ പിടിക്കാൻ പോകുന്നൊരു പരിപാടിയുണ്ട്. അതും അതൊക്കെയാണ് നമുക്ക് വരുമാനം. പിന്നുള്ളത് എൻ്റെ ഒരു മാമനുണ്ട്. പക്ഷെ ഞാൻ ആപ്പാന്നാണ് വിളിച്ചത്. എൻ്റെ ഉപ്പൻ്റെ അനിയനാണ്. അപ്പോൾ മൂപ്പര് ഗൾഫിലാണ്. മൂപ്പര വരുമാനം അങ്ങനെ എല്ലാം കൂടി ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ എൻ്റെ ആൻറ്റി ടീച്ചറാണ്.